അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മുടെയൊക്കെ കൂടെയുള്ള മനുഷ്യരിൽ നിന്ന് പലപ്പോഴായി നാം കേൾക്കുന്ന വാചകമാണ് ഒരു സമാധാനമില്ല, മനസ്സമാധാനം കിട്ടുന്നില്ല എന്നുള്ള വാക്ക്. യഥാർത്ഥത്തിൽ ഇത് ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമല്ലേ എന്ന് നമ്മളൊന്ന് വിലയിരുത്തണം. ചില ആളുകൾ പറയാറുള്ളത് പ്രതിസന്ധികളും പരീക്ഷണങ്ങളുമില്ലാത്ത ജീവിതമാണ് ഐശ്വര്യമുള്ള, ധന്യതയുള്ള ജീവിതമെന്നാണ്. എന്നാൽ പ്രവാചകന്മാരുടെയും മുൻഗാമികളായ ഇമാമുമാരുടെയും ഒക്കെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ആരാണ് പരീക്ഷണങ്ങൾ അനുഭവിക്കാതെ, പ്രതിസന്ധികൾ അനുഭവിക്കാതെ കഴിഞ്ഞുപോയത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച പീഡന പർവ്വങ്ങൾ എത്രയാണ്. സ്വഹാബാക്കളുടെ ജീവിതത്തിൽ നമ്മളൊന്ന് വായിക്കാനിരുന്നാൽ കണ്ണു നനയുന്ന എത്രയെത്ര അനുഭവങ്ങളുണ്ട്. ശരീരത്തിൽ നിന്ന് മാംസം ഇരുമ്പ് ചീർപ്പുകളാൽ വാർന്നെടുക്കപ്പെട്ടവരുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടവരുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വസ്ഥമായി നമസ്കരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം മക്കയുടെ സാഹചര്യത്തിലുണ്ടായിട്ടില്ലേ? അപ്പോൾ പ്രതിസന്ധിയും പ്രയാസങ്ങളുമല്ല. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കുഞ്ഞില്ലാത്ത പരീക്ഷണമുണ്ട്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗം കൊണ്ടുള്ള പരീക്ഷണമുണ്ട്. അതെല്ലാം നമ്മൾ ഈ പറയുന്ന കാഴ്ചപ്പാടനുസരിച്ച് ശരിയാവില്ല എന്ന് നമുക്ക് തീർച്ചയാണ്. ഇതുപോലെ തന്നെയാണ് മറ്റു ചില ആളുകൾ പറയാറുള്ളത്, പണമാണ് സമാധാനത്തിൻ്റെ അടിസ്ഥാനം എന്ന ഒരു ധാരണ. പണം ഉണ്ടെങ്കിൽ സമാധാനമുണ്ട്, പണമില്ലെങ്കിൽ സമാധാനമില്ല എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നൊരു വാചകമുണ്ട്, വവജദക ആയിലൻ ഫഅഗ്ന. പ്രവാചകരെ, അങ്ങ് ഒന്നുമില്ലാത്ത ഇടത്തു നിന്ന് അങ്ങയെ നാം ഐശ്വര്യവാനാക്കിയില്ലേ എന്നാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ അള്ളാഹുവിനെ ആശ്രയിച്ച് ആത്മവിശ്വാസത്തോടെ, സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നൊരവസ്ഥ, അതാണല്ലോ യഥാർത്ഥത്തിൽ മനസ്സമാധാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സമാധാനം എന്നത് സമ്പത്ത് കുറവാണെങ്കിലും പരീക്ഷണങ്ങളുണ്ടെങ്കിലും അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ട് ഉറച്ച മനസ്സോടുകൂടെ നിലനിൽക്കുമ്പോൾ നിലനിർത്താൻ കഴിയുന്ന ഒന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി വ മുആഫൻ ഫീ ജസദിഹി വ ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമ ഹൈസത ലഹുൽ ദുനിയ. നേരം പുലരുമ്പോൾ നിർഭയത്വത്തോടുകൂടെ നേരം പുലരാൻ കഴിയുക, അന്നേ ദിവസത്തേക്കുള്ള അന്നം അവിടെ ഉണ്ടാവുക, എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യമുണ്ടാവുക, സൗഖ്യമുണ്ടാവുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ ദുനിയാവ് മുഴുവൻ നേടിയവനെ പോലെയാണ് അവൻ എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ആ സ്വസ്ഥതയും സമാധാനവും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നില്ലേ എന്നാണ്. ഇനി മാത്രമല്ല, സമാധാനം കിട്ടാൻ എന്തുണ്ട് വഴി എന്ന് ചോദിച്ചാൽ 3-4 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, കിട്ടാത്തതിനെക്കുറിച്ചല്ല, കിട്ടിയതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ്. വ ഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. അള്ളാഹു നൽകിയതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല, റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. അതൊന്ന് ആലോചിച്ചാൽ അള്ളാഹു നൽകിയതിൻ്റെ വില നമുക്ക് മനസ്സിലാകും. 2, കിട്ടിയതിൽ തൃപ്തരാവുക എന്നതാണ്. കിട്ടിയതിൽ സംതൃപ്തി അടയാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. വഇർള ബിമാ ഖസമല്ലാഹു ലക്. അള്ളാഹു നിനക്ക് നൽകിയതിൽ നീ സംതൃപ്തനാവുക. അങ്ങനെയാണെങ്കിൽ ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യമുള്ളവൻ നീയായിത്തീരുന്നുള്ളതാണ്. 3-ാമത്തെ കാര്യം, നിന്റെ താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലുള്ളവരിലേക്ക് നോക്കാതിരിക്കുക എന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന വചനമാണ്. 4-ാമത്തെ കാര്യം, പ്രതികൂലമാണ് എന്ന ഒരു ചിന്ത, അത് നമ്മൾ ഒഴിവാക്കുക. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഇതെനിക്ക് പ്രതികൂലമാണ്, എനിക്ക് പ്രതിസന്ധിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കുക എന്നതാണ്. കാരണം ഒരു വിശ്വാസിക്ക് അവൻ്റെ എല്ലാ കാര്യവും ഖൈറാണ്. അവന് സുഖമാണെങ്കിൽ അവൻ റബ്ബിനെ സ്തുതിക്കുന്നു, അത് അവന് ഖൈറാണ്. ഒരു പ്രതിസന്ധിയാണെങ്കിലോ അവൻ ക്ഷമിക്കുന്നു, അതും അവന് ഖൈറാണ് എന്നാണ്. 5-ാമതായി, വിധിയിലെ വിശ്വാസം അത് ഉറപ്പുവരുത്തുക എന്നതാണ്. എങ്കിൽ മാത്രമേ ഈമാനിൻ്റെ മധുരം അനുഭവിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുകയുള്ളൂ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്താണോ തീരുമാനിച്ചിട്ടുള്ളത് അത് അനുഭവിക്കാതെ നമ്മൾ ഇവിടുന്ന് പോകൂല എന്നതാണത്. അള്ളാഹു നമ്മളുമായി ബന്ധപ്പെടില്ല എന്ന് ഉറപ്പിച്ച എന്തെങ്കിലും ഉണ്ടോ, അത് നമ്മളിലേക്ക് എത്തുകയുമില്ല എന്നൊരു ഉറച്ച ബോധ്യം, അത് നമ്മുടെ വിശ്വാസം, ഈമാനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതും കൂടെ ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ സമാധാനത്തോടുകൂടെ, ആശ്വാസത്തോടുകൂടെ നമുക്ക് ജീവിക്കാൻ കഴിയും. അള്ളാഹു അതിന് നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.